18ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വ്യക്തമായ സൂചനകൾ ലഭിക്കത്തക്ക ഒരു ഘട്ടത്തിലെത്തിയിട്ടില്ല. പോസ്റ്റൽ ബാലറ്റുകളും അതുപോലെ തന്നെ പ്രായാധിക്യം ചെന്നവർ വീടുകളിൽ വെച്ച് നടത്തിയതായ വോട്ടെടുപ്പും ഒക്കെ എണ്ണി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ സ്വാഭാവികമായി ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ എണ്ണുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഒരു ചിത്രം എന്തെങ്കിലും തരത്തിൽ വ്യക്തമാകുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുകയുള്ളൂ. 11 മണിയോടുകൂടെ ചില വ്യക്തമായ സൂചനകൾ ലഭിക്കും എന്നാണ് കാണേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല എങ്കിൽ ചില രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി തുടക്കം മുതൽ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 400-ലധികം സീറ്റുകൾ നേടി അവർ 3ാം ഊഴത്തിലേക്ക് അധികാരത്തിൽ വരും എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പ് സാഹചര്യം നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് അത് കുറച്ച് കടന്ന ആത്മവിശ്വാസമാണ് എന്ന ഇടത്താണ് എത്തി നിൽക്കുന്നത്. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ അല്ല കഴിഞ്ഞ 1.5 മാസമായി ഇന്ത്യ കടന്നു പോയിട്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. ആ തരത്തിലുള്ള ഒരു അസാധാരണമായ വിജയം നേടത്തക്ക നേട്ടങ്ങളൊന്നും കഴിഞ്ഞ 10 വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തൊഴിലില്ലായ്മ, കർഷകരുടെ സമരം സംബന്ധിച്ച് ഉണ്ടാക്കിയതായിട്ടുള്ള പ്രശ്നങ്ങൾ, അമിതമായ വിലക്കയറ്റം, അതുപോലെ തൊഴിലില്ലായ്മ, മറ്റ് മേഖലകളിലുള്ള പരാജയം, ഇടത്തരം ചെറുകിട നാമമാത്ര വ്യവസായങ്ങൾക്കുണ്ടായ തകർച്ച, നോട്ട് നിരോധനം മൂലം സാമ്പത്തിക നിലയ്ക്ക് ഉണ്ടായിരിക്കുന്ന കനത്ത തിരിച്ചടികൾ, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, ദൈനംദിന ഉപഭോഗ വസ്തുക്കൾക്കുണ്ടായിരിക്കുന്ന വിലവർദ്ധനവ്, ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പൂർത്തിയായത്. അതുകൊണ്ട് BJP ആദ്യം പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അവസാന നിമിഷം വരെയും നിന്നു എന്ന് പറയാനാവുകയില്ല. മാത്രവുമല്ല, ശ്രീ നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രി എന്ന നില വിട്ട് അദ്ദേഹം വർഗീയ ധ്രുവീകരണം നടത്തത്തിലുള്ള പല പ്രചാരണങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തി. അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതുപോലെ ദക്ഷിണേന്ത്യയിൽ കാര്യമായ സ്വാധീനം അവർക്ക് ചെലുത്താനായി കഴിഞ്ഞിട്ടില്ല. ദക്ഷിണേന്ത്യ കാര്യമായ പ്രതികരിക്കുന്നത് പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും എന്ന വിലയിരുത്തലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് 272 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നടത്താൻ പോകുന്നത് അവരുടെ പാരമ്പര്യം അനുസരിച്ച് രാഷ്ട്രീയ കുതിര കച്ചവടമൊക്കെ ആയിരിക്കും. അവരുടെ മുന്നണിയിൽ ഇപ്പോൾ ഉൾപ്പെടാതെ നിൽക്കുന്നതായ ചെറിയ കക്ഷികളെ പിടികൂടി, അതുപോലെ സ്വതന്ത്രന്മാരായി ആരെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനമോ പണമോ ഒക്കെ വാഗ്ദാനം ചെയ്ത് അവരെ കൂട്ടിച്ചേർത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കുവാനുള്ള തന്ത്രങ്ങളും അവർ ആവിഷ്കരിക്കും. ആ കാര്യത്തിലൊക്കെ വളരെ വൈദഗ്ധ്യമുള്ള ആളുകളാണ് അവരുടെ മുൻനിരയിലുള്ള ശ്രീമാൻ അമിത് ഷായെ പോലെയുള്ള ആളുകൾ. അതിൻ്റെ പല ദൃഷ്ടാന്തങ്ങൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തനി ആവർത്തനം ഒരുപക്ഷെ ഈ പ്രാവശ്യം നടന്നു എന്ന് വന്നേക്കാം. എന്നാൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയാവുന്നത് അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ 27 കക്ഷികൾ തമ്മിലുള്ള ഒരു കൂടിയാലോചനയും അവരുടെ ഐക്യവുമൊക്കെ നിലനിർത്തത്തക്ക രീതിയിലേക്ക് തീരുമാനത്തിലെത്താൻ കഴിയുമോ എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. അവരുടെ ഏക മുദ്രാവാക്യം എന്ന് പറയുന്നത് BJPയെ ഏത് വിധേനയും അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ഇനിയും ഒരു അവസരം അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന ധാരണയിലാണ് അവർ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടിയത്. അതിൻ്റെ ഗുണകരമായ ഫലം അവർക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ എല്ലാ കക്ഷികളും പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു ധാരണയിൽ എത്രയും വേഗം എത്തുന്നവനെ എന്ന് വേണം കരുതാൻ. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തന്നെ ആ വലിയ വിട്ടുവീഴ്ച കാണിച്ചവരാണ്. ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം 400-ൽ താഴെ സീറ്റുകളിൽ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ളൂ. അത് തന്നെ മറ്റ് കക്ഷികളുമായിട്ടുള്ള ധാരണയുടെ പുറത്താണ്. വളരെ വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നത്. അത് മനസ്സിലാക്കി ആ മുന്നണിയിലുള്ള മറ്റ് പ്രാദേശിക കക്ഷികളും പെരുമാറും എന്ന് തന്നെ വേണം കരുതാൻ.
അങ്ങനെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്ക് കിട്ടുകയാണെങ്കിൽ അവർ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ അവർ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇപ്പോഴും അണിയറയിൽ നടക്കുന്നുണ്ട്. മണിക്കൂറുകൾക്കകം അത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച സൂചനകൾ കിട്ടുമ്പോൾ കാര്യങ്ങളുടെ ചിത്രം കുറെ കൂടെ വ്യക്തമായി തെളിയും. ആരാണ് വരുന്ന 5 വർഷം ഇന്ത്യയുടെ ഭാവി നിർണയിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനവും ഉണ്ടാകും. ലോകമാകെ ജിജ്ഞാസയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അന്തിമമായ ചിത്രം ഏതാനും നിമിഷങ്ങൾക്കകം ഉരുത്തിരിഞ്ഞു വരാൻ പോവുകയാണ്. ഇനിയുമുള്ള 1-2 ദിവസങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് വളരെ ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷം കൂടുതൽ വ്യക്തമാകുന്ന ഒരു ചിത്രം ഉരുത്തിരിയും എന്ന് തന്നെ വേണം കരുതാൻ.